അങ്ങനെ കൊടുത്തു, അത് വരികയും ചെയ്തു. പക്ഷെ ഞങ്ങളത് വാങ്ങിച്ചില്ല, ഞങ്ങൾക്ക് അത് കൈപ്പറ്റാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് അന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഞങ്ങൾ വാങ്ങുന്നത്. ആ സമയത്ത് ഞാൻ ന്യൂസിലും എല്ലായിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് പ്രഗ്നന്റ് ആയ സമയത്ത് നിങ്ങൾ റിവീൽ ചെയ്യുന്ന സമയത്ത് ഒരു കൂട്ടം ആൾക്കാർക്ക് ഭയങ്കര ഹാപ്പിനെസ്. ഞാനൊക്കെ ഫോട്ടോഷൂട്ട് വീഡിയോ ഫോട്ടോസൊക്കെ കണ്ട് ഒത്തിരി ഹാപ്പി ആയതാണ്. അന്ന് തൊട്ടേ നമ്മൾ കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്നു ആ സമയം തൊട്ടേ. അപ്പം ഇന്റർവ്യൂ 2 കൊല്ലം മുമ്പ് പ്ലാൻ ചെയ്ത ഇന്റർവ്യൂ ആണ് ഇന്നിപ്പം. ഇതൊരു നിമിത്തമാണ്, കാരണം ഇങ്ങനെ ഒരു സാധനം വരണ്ടിയിരുന്നു നമ്മളിവിടെ എത്താൻ കാരണം. അപ്പം ഞാൻ ചോദിക്കുന്നത്, ആ സമയത്ത് അതിൻ്റെ അടിയിൽ കുറേ കമൻറ്റ്സ് ഞാൻ കണ്ടു. ആ കമൻറ്റ്സ് ഇന്ന് ഞാൻ വരുന്ന വഴിക്ക് ആ ഫോട്ടോ തിരിച്ചെടുക്കുമ്പോഴും ഇപ്പോഴും കമൻ്റ് ഇടാണ് ആളുകൾ. അപ്പം ഇതെങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് എല്ലാവർക്കും അറിയേണ്ട ഒരു ആകാംക്ഷ. നമുക്കൊരു കാര്യം ചെയ്യാം, അറിയത്തില്ലാത്ത ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാം എങ്ങനെ സാധിച്ചു, എങ്ങനെയാണ് സഹദ് പ്രഗ്നൻ്റ് ആയി എന്നുള്ളത്. അതിനുള്ള റീസണാണ് നമുക്ക് അറിയേണ്ടത്. റീസൺ എന്താണെന്ന് നമുക്കറിയാം. അതല്ല, ട്രാൻസ് വ്യക്തികളായിട്ടുള്ളത് നിലവിൽ മെയിൽ എന്ന ഐഡന്റിറ്റിയിലാണ് ഉള്ളത്. അപ്പോൾ ഒരു മെയിൽ എങ്ങനെ പ്രഗ്നന്റ് ആയി എന്നുള്ളതാണ്. ആക്ച്വലി എനിക്കിതിൽ ഫസ്റ്റ് ടൈം ഞാൻ പറഞ്ഞു, എനിക്കിതിലൊട്ടും ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു കാര്യമാണ് നമ്മുടെ ലൈഫിൽ ഒരു കുഞ്ഞെന്ന് പറഞ്ഞു. പക്ഷെ അത് എന്നെക്കാൾ ആഗ്രഹിച്ചത് സിയാണ്. സിക്കൊരു കുഞ്ഞ് വേണം, ഒരു അമ്മയാവണം. അപ്പം ഞാൻ ആലോചിച്ചു, അപ്പം എനിക്കെന്തോ ഒരു അച്ഛനായിക്കൂടെ. അപ്പം അങ്ങനെയാണ് തീരുമാനം എടുക്കുന്നതും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട് ഇതെങ്ങനെയാവും. പിന്നെ ഞാൻ സോഷ്യൽ മീഡിയ അത്ര ആക്റ്റീവ് ഒന്നും അല്ല. ഞാൻ ഈ കമന്റ്സ് ഒന്നും സത്യം പറഞ്ഞാൽ വായിച്ചിട്ടേ ഇല്ല. പിന്നെ ആ സമയത്ത് അതൊന്നും കാണാൻ അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനിലല്ലോ ഞാൻ ഇതൊക്കെ കാണുന്നു. പക്ഷെ ഞാൻ ബോധേഡല്ല അങ്ങനത്തെ കാര്യത്തിലൊന്നും. ഫസ്റ്റ് പ്രഗ്നന്റ് ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അതായത് ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ സംസാരിക്കാം, കുഴപ്പമില്ലല്ലോ. ഞാൻ എൻ്റെ രീതിയിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ പീരിയഡ്സ് തെറ്റുമ്പോഴാണ് നമ്മൾ നോക്കുക. വിവാഹം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ പീരിയഡ്സ് തെറ്റുമ്പോഴാണ് നോക്കുക. പക്ഷേ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്തത് ഞാൻ പ്രഗ്നന്റ് ആകുന്നത്? ഓൾറെഡി ഞാൻ ഹോർമോൺ എടുക്കുന്നതുകൊണ്ട് എനിക്ക് പീരിയഡ്സ് സ്റ്റോപ്പ് ആയിരുന്നു. പിന്നെ നമ്മൾ പീരിയഡ്സിന്റെ കാര്യം നോക്കിയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു നോർമൽ അല്ല ഇത്. അപ്പം ഇത് നമ്മള് ഡോക്ടേഴ്സിന്റെ ഒരു മുഖേനയുള്ള ഒരു കാര്യം. ഇത് നമുക്ക് ആദ്യമേ നമ്മള് ഈ കാര്യം നമ്മള് വെളിപ്പെടുത്തിയിട്ടില്ല എവിടെയും. IVF ആണോന്ന് ചിലർ ചോദിക്കുന്ന സമയത്ത് നമ്മൾ IVF ആണെന്ന് പറയും, നോർമൽ ആണോന്ന് ചോദിക്കുന്ന ആൾക്കാരോട് നമ്മൾ നോർമൽ എന്ന് പറയും. കാരണം ഞങ്ങൾക്ക് അത് തുറന്ന് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം മോൾക്ക് ചിലപ്പോൾ ഭാവിയിൽ അങ്ങനെയാണ് എന്നുള്ളൊരു എന്തെങ്കിലും ബുദ്ധിമുട്ട് അവൾക്ക് നേരിടേണ്ടി വരുമോ എന്നുള്ളത് കൊണ്ടാണ് പിന്നെ ഞങ്ങൾ അതിന് അധികം സംസാരിക്കാത്ത അതിനെ കുറിച്ചിട്ട്. അത് ഞങ്ങള് ഡോക്ടേഴ്സിന്റെ അടുത്തും പറഞ്ഞ കാര്യമാണ്, ഇങ്ങനത്തെ ഒരു കാര്യം ഞങ്ങള് പുറത്തു വിടില്ല എന്നുള്ളത്, പുറത്തു പാടില്ല എന്നുള്ളത്. അപ്പം എന്തിരുന്നാലും നിങ്ങൾ അറിയുന്ന ഒരു മൂമെന്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു മൂമെന്റ് ഒന്ന് പറയാമോ? ഇതൊന്നും ഒരിടത്തും പറയാത്ത കാര്യങ്ങളാണ് എനിക്കറിയാം. ശരിക്കും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാനപ്പം ഒരു ഷോപ്പിൽ വർക്ക് ചെയ്തിരിക്കുന്ന സമയമാണ്. ഞങ്ങൾ ഇതിനിടയിൽ ഞാൻ വർക്കിന് പോകുന്നുണ്ട്. പിന്നെ അത് അറിഞ്ഞ ശേഷം ഭയങ്കര ഹാപ്പിനെസ് ആയി. അന്നോട്ട് ഞങ്ങൾ എല്ലാം ജോലി CA വർക്കിന് പോകും. ഞാൻ അന്നോട്ടെല്ലാം ജോലിയൊക്കെ സ്റ്റോപ്പായി. പിന്നെ സെബിയുടെ വളർച്ച ഞങ്ങൾ ഓരോന്നായിട്ട് 1 വീക്ക് 2nd വീക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ ഓരോ എന്താ പറയുക, ഇപ്പോൾ ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്യുമ്പോഴും സ്കാൻ ചെയ്യുമ്പോഴൊക്കെ ഞങ്ങൾ അവളുടെ ഒരു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു. ഞാൻ ഫുള്ള് റെസ്റ്റിലായി. പിന്നെ ഒരു ഫസ്റ്റ് സമയത്തൊക്കെ ഇവന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 4 മാസത്തോളം ഞാൻ ഭയങ്കര ഛർദിലൊക്കെ ആയിരുന്നു. അപ്പൊ എനിക്കത് നമ്മളുടെ വീട്ടിലൊരു ബെല്ലുണ്ട്, നായ്ക്കുട്ടി, ജർമ്മൻ ഷെപ്പേർഡ്. ഓളെ സ്മെല്ലൊന്നും എനിക്ക് പിടിക്കാതെ, കാരണം എന്റെ ഫസ്റ്റത്തെ ലാസ്റ്റത്തെ എക്സ്പീരിയൻസ് അല്ലേ. അപ്പൊ വീട് പിടിക്കാതെ അങ്ങനെ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിട്ടാണ് ആ ഒരു സമയത്ത് കുറെ ബുദ്ധിമുട്ടായിരുന്നു. അതൊക്കെ ഓവർകം ചെയ്ത് വന്നു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, we present you the perfect English. WhatsApp now 9633 888 575.